ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഔട്ടിംഗ് ഡേ ആണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ ജ്വല്ലറിയിലേക്കാണ് വന്നിന്. ലയ്യുനും ഇവാച്ചുവിനും ഗോൾഡ് എടുക്കാനുണ്ടായിന്. ലയ്യുക്ക് പാദസരം പിന്നെ ഇവാച്ചുവിനൊരു ചെയിനും. രണ്ടാളതും ഒമാനിൽ നിന്ന് വരുന്ന ടൈമിൽ പൊട്ടിപ്പോയിനു. അങ്ങനെ നാട്ടിൽ നിന്ന് വേറെ എടുക്കാമെന്ന് വിചാരിച്ചതാ. ഇഷ്ടമായിനല്ലയോ? അങ്ങനെ കുറേ കളക്ഷൻസിന്ന് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ലയോന് ഇത് ഇഷ്ടമായിന്. ഓക്ക് ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ് ഇടാനും പിന്നെ നമ്മൾ ഇട്ടിട്ട് കാണാനെല്ലാം ഒക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇവാച്ചു നേരെ ഓപ്പോസിറ്റാണ്. ഓക്ക് ഗോൾഡ് പോയിട്ട് ആക്സസറീസേ ഇഷ്ടമല്ല. ഇതിപ്പോൾ ഓള് ജനിച്ചിട്ടൊരു 3-മത്തെയോ 4-മത്തെയോ ചെയിനാണ് വാങ്ങുന്നത്. ഇവക്ക് വളയെല്ലാം ഇട്ട് കൊടുത്താൽ ഊരി ചാടിക്കളയും, പിന്നെ ചെയിന് കടിച്ചു പൊട്ടിക്കും. ഇങ്ങനെയാണ് ഇവളെ കുരുത്തക്കേട്. ഇതാണ് ഇവാച്ചുവിനെടുത്ത ചെയിന്. പിന്നെ നമ്മൾ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് അവിടെയുള്ള കുറേ കളക്ഷൻസിൽ ഇങ്ങനെ നോക്കിനേനു. കമ്മലാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായിന് ഈ കമ്മലെല്ലാം. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇതിപ്പോൾ ഉച്ചയാ ടൈം. ഞാൻ പക്ഷേ ചോറൊന്നും വാങ്ങിയിട്ടില്ല. പൊറോട്ടയും ഫിഷ് കറിയാണ് വാങ്ങിയത്. എനിക്ക് ഇവിടുത്തെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. ഇത് MRA ആണ്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ മുറ്റത്തിറങ്ങി മഴ കയ്യാനായിനേനു. ഒരു രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് കളിക്കാൻ. ഞാനും ഇങ്ങനെ മഴയത്ത് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് ഇറങ്ങും, ബാക്കിൽ നിന്ന് ബാക്കി എല്ലാവരും ഇറങ്ങും. അങ്ങനെയാണ്. തിരിച്ച് ഒമാനിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ മഴ തന്നെയാണ്. അവിടെ മഴ കുറവല്ലേ. ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഒമാനിലെത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു ഈവനിങ് എല്ലാം ആയപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. തലശ്ശേരിയാണ് വന്നിന്. തലശ്ശേരി വന്നാൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മളെ കടൽപ്പാലം. ഇവിടെ ഈ ഒരു ടൈമിൽ വന്നിരിക്കാൻ പ്രത്യേക വൈബാണ്. പിന്നെ ഇവിടെ നല്ല ചായക്കടിയെല്ലാം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം പോകുന്നത് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ്. അതിൻ്റെ അടുത്ത് ഇവിടെ നമ്മൾ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടിട്ട് അങ്ങനെ അത് കുടിക്കാൻ വേണ്ടി പോകുന്ന മുനീർഖാൻ്റെ ജ്യൂസ് അങ്ങനെ പറഞ്ഞിട്ടൊരു ജ്യൂസ് ഉണ്ട്. നമ്മളെ സീതപ്പഴയില്ലേ, ആത്തച്ചക്ക, അതിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ്. ഇനി ഈ സീതപ്പഴം അറിയാത്തവരാണെങ്കിൽ ഇതാണ് സാധനം. അത്യാവശ്യം തിരക്കെല്ലാം ഷോപ്പാണ്. കുറേ ആളുണ്ട്. എല്ലാവരും ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വന്നതായിരിക്കും. ഇതിവരിങ്ങനെ സ്ട്രോ ഒന്നും ഇല്ലാണ്ട് തന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ, പിന്നെ കുടിച്ചപ്പോൾ അതിൻ്റെ പൾപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും അതിൻ്റെ പൾപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതുവരെ കുടിക്കാത്തൊരു ടേസ്റ്റ്. അങ്ങനെ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഒരു കഫേയിലേക്കാണ്, ഫലൂദ വേൾഡിലെ അവിടെയാണ്. പിന്നെ മനുവിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ആള്. ഇത് ടെൻഡർ കോക്കനട്ട് ചീസ് കേക്കാന്ന് തോന്നുന്നു. മറ്റേത് ചോക്ലേറ്റ് മോസും. രണ്ടും അടിപൊളി ടേസ്റ്റിനും മെൽറ്റിൻ മൗത്ത് എന്നല്ല പറയില്ല, അങ്ങനെ ഉണ്ടേനു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളിങ്ങനെ വന്ന് ഫസ്റ്റ് വന്നത് ഷെസ്വാൻ മോമോസാണ്.
എനിക്കിഷ്ടമായിന്, നല്ല ചൂടുണ്ടേനും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഓർഡർ ചെയ്തത്. എനിക്ക് നാട്ടിൽ വന്നാൽ എന്തായാലും കഴിക്കണമെന്ന് പൂതിയുള്ളൊരു ഐറ്റമായിരുന്നു ഡൈനമൈറ്റ് ചിക്കൻ. ഇത് ഞാൻ ഒമാനിലുള്ള ടൈമിൽ ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കിയതിന് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന്. എനിക്ക് നാട്ടിൽ നിന്ന് എന്തായാലും കഴിക്കണം എന്നുണ്ടേനും. അങ്ങനെ ഞാൻ വാങ്ങി നോക്കുമ്പോൾ എന്തോ ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ കുഴപ്പമില്ല, നല്ല ഉണ്ടായിന്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അടുത്തത് ഞാൻ ഓർഡർ ചെയ്ത കരീബിയൻ സിസ്ലറാണ്. ഇതും വലിയ കുഴപ്പമില്ല. ചിക്കനിൽ കുറച്ചും കൂടി ഫ്ലേവർ വേണമെന്ന് എനിക്ക് തോന്നി. റൈസ് നല്ല ഫ്ലേവർഫുള്ളിനു. ഇതെൻ്റെ അനിയത്തി ഓർഡർ ചെയ്തതേനു. ഒരു റാപ്പ്, ചിക്കൻ റാപ്പ്. അതിൻ്റെ ശരിക്കുള്ള പേര് ഓർമ്മയില്ല. പിന്നെ ഒരു ബർഗർ ഓർഡർ ചെയ്തതിന്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലാസിക് ബർഗർ. റാപ്പ് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഞാനൊരു പീസേ കഴിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിന്. ലാസ്റ്റ് നമ്മളൊരു പിസ്സയും കൂടിയും പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിന്നർ നിർത്തി. അങ്ങനെ നാട്ടിലുള്ള എൻ്റെ ഒരു ഡേ ഇങ്ങനെയായിരുന്നു. എനിക്ക് ഇഷ്ടമായിനെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വീഡിയോസ് ഞാൻ ഒമാനിലെത്തിയിട്ടായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.